ഇപ്പോൾ കേട്ട സൗണ്ട് ഉണ്ടല്ലോ, ശബ്ദം. അത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സമാധാനം തോന്നുന്നുണ്ടോ? പ്രപഞ്ചം മുഴുവൻ നിർമ്മിച്ചിട്ടുള്ളത് ശബ്ദങ്ങൾ കൊണ്ടാണ്. ഓം എന്ന ശബ്ദത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായി എന്ന് നമ്മളുടെ പൂർവികർ പറഞ്ഞു തരുന്നുണ്ട്. ഹിന്ദു ആ ഒരു സ്പിരിച്വൽ ബേസ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്. ഇന്ന് ശാസ്ത്രം അതിനെ സ്ട്രിങ് തിയറി എന്ന്, വൈബ്രേഷൻ എന്നും വിളിക്കുന്നുണ്ട്. പണത്തിനും ഒരു ശബ്ദമുണ്ട്. പണത്തിന് ഒരു ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസി കേട്ടാൽ നമ്മുടെ DNA അതിനോട് പ്രതികരിക്കും. ഇന്ന് നമ്മൾ പുരാതനമായിട്ടുള്ള ലക്ഷ്മി ഫ്രീക്വൻസി ഉപയോഗിച്ച് നിങ്ങളുടെ ഓറ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നു. നിങ്ങൾ തയ്യാറാണോ? യെസ്. നമ്മൾ ഇന്ന് ഡേ 9 എത്തി നിൽക്കുകയാണ്. 9ാമത്തെ ദിവസം. ഈ 9 ദിവസങ്ങളിലും നിങ്ങൾ ഈ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് കേട്ടു എന്ന് വിശ്വസിക്കുന്നു. ഓരോ ദിവസവും നിങ്ങൾ പുതിയ പുതിയ നോളജ് മനസ്സിലാക്കുന്നുണ്ട്. അത് ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ റിസൾട്ട്സ് കിട്ടുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. എന്താണ് ശബ്ദ ചികിത്സ, സൗണ്ട് ഹീലിംഗ് എന്ന് പറയുന്നത്? സൈമാറ്റിക്സ് എന്നൊരു ശാസ്ത്രശാഖയുണ്ട്, നിങ്ങൾക്കറിയാവോ? ഒരു ഇരുമ്പ് തകിടിൽ മണൽ വെതിറിയിട്ടിട്ട് അതിലേക്കൊരു പ്രത്യേക ശബ്ദം കടത്തിവിട്ടാൽ ആ മണൽത്തരികൾ മനോഹരമായ ജാമിതി രൂപങ്ങൾ ഉണ്ടാക്കും. ജാമിതി രൂപങ്ങളായിട്ട് മാറും. ശബ്ദം മാറുമ്പോൾ രൂപവും മാറും. ശബ്ദത്തിന് മാറ്ററിനെ മാറ്റാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ശരീരവും ഇതുപോലെയാണ് ആക്ച്വലി. ദരിദ്രത്തിൻ്റെ ശബ്ദങ്ങൾ, വഴക്ക്, കരച്ചിൽ, പരാതികൾ, പരിഭവങ്ങൾ കേട്ട് നിങ്ങളുടെ എനർജി ഫീൽഡ് വികൃതമായിട്ടുണ്ടാകും ഓൾറെഡി. കാരണം ഇതെല്ലാം നെഗറ്റീവായിട്ടുള്ള ശബ്ദ തരംഗങ്ങളാണ്. ഈ ലക്ഷ്മി ഫ്രീക്വൻസി അല്ലെങ്കിൽ സമ്പത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ എനർജി വീണ്ടും മനോഹരമായിട്ടുള്ള പാറ്റേണിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആവും. നിങ്ങളൊരു പക്ഷെ കേട്ടിട്ടുണ്ടാവും ചക്രാസിനെ പറ്റി. ചക്രയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ത്രോട്ട് ചക്ര എന്ന് പറയുന്നത്. വിശുദ്ധി ചക്ര അഥവാ തൊണ്ടയിലെ ചക്ര. ഇത് സത്യത്തെയും പ്രകടനത്തെയും നിയന്ത്രിക്കുന്നതാണ്. എനിക്ക് പണം ചോദിക്കാൻ മടിയാണ് എന്ന് പറയുന്നവരുടെ തൊണ്ടയിലെ ചക്ര ബ്ലോക്ക് ആയിരിക്കും. ശബ്ദ ചികിത്സയിലൂടെ അത് നമുക്ക് തുറക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ഈ കാര്യം നമ്മൾ മനസ്സിലാക്കാതെ പോകാൻ പറ്റില്ല. ഏൻഷ്യന്റ് മന്ത്രാസ് വിസസ് മോഡേൺ ഫ്രീക്വൻസി മനസ്സിലാക്കണം. പണ്ടുള്ളവർ ശ്രീം എന്ന ബീജമന്ത്രം ജപിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വീണ്ടും ഹിന്ദു ആ തരത്തിലുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്, സ്പിരിച്വൽ ബേസ് ചെയ്തുള്ള കാര്യം. ശ്രീം എന്നൊരു ബീജമന്ത്രം ജപിച്ചിരുന്നു. ശ്രീം എന്ന് ആ പറയുന്ന ഒരു കാര്യം ലക്ഷ്മി ദേവിയുടെ ശബ്ദരൂപമാണ്. ആധുനിക സയൻസിൽ നോക്കിക്കഴിഞ്ഞാൽ 432 ഹെഡ്സ് അല്ലെങ്കിൽ 522 ഹെഡ്സ്, അതിന് നമുക്ക് മറ്റൊരു പേരിൽ പറയാം മിറാക്കൽ ട്യൂൺ എന്ന്. അത് സമ്പത്തിനെ ആകർഷിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. രണ്ടും സെയിം ആണ്, രണ്ടും ഒരേ വൈബ്രേഷനാണ്. അപ്പോൾ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഗ്രേഡ് ആവും. ഈ ശബ്ദം നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് തുളച്ചു കയറുന്ന ഒരേ ഒരു കാര്യമാണ്. നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും ചെവികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉറക്കത്തിൽ നല്ല പാട്ടുകൾ കേൾക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. ട്രാഫിക്കിലെ ബഹളവും വാർത്തയിലെ ആ ഒരു അലർച്ചയും നെഗറ്റിവിറ്റിയും എല്ലാം നിങ്ങളുടെ ആ നാഡീവ്യൂഹത്തെ, നെർവസ് സിസ്റ്റത്തെ തകർത്തിട്ടുണ്ട് ഓൾറെഡി. ഇത് സ്ട്രെസ് ഉണ്ടാക്കും. അപ്പോൾ സ്ട്രെസ് ഉള്ളപ്പോൾ ശരീരം എപ്പോഴും സർവൈവിങ് മോഡിലേക്ക് ഓട്ടോമാറ്റിക്കഡ് ആവും. ആ സർവൈവിങ് മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പണം ഉണ്ടാക്കാനായിട്ട് കഴിയില്ല. അവിടെ ജീവിച്ചു പോകാൻ മാത്രമേ കഴിയത്തുള്ളൂ. സ്ട്രഗിൾസ് ആയിരിക്കും. ആ സ്ട്രഗിളിൽ ജീവിച്ചു പോകേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രാക്ടിക്കൽ ടെക്നിക്സ് നമുക്ക് മനസ്സിലാക്കണ്ടേ? എങ്ങനെ നമുക്കിത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം? ഇവിടെ നമ്മൾ സ്ട്രീം സൗണ്ട് ബാത്ത് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇന്ന് നമ്മൾ ഒരു സൗണ്ട് ബാത്ത് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇത് വളരെ ശക്തിയേറിയൊരു പ്രോസസ്സിലൂടെയാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഹെഡ്ഫോൺ നിങ്ങൾ എടുക്കണം, വെക്കണം. യൂട്യൂബിൽ സ്ട്രീം ബ്രീസ് അല്ലെങ്കിൽ 520 ഹെഡ്സ് വെൽത്ത് ഫ്രീക്വൻസി എന്ന് സെർച്ച് ചെയ്യണം. സ്റ്റെപ്പ് 2 എന്ന് പറയുമ്പോൾ നട്ടിൽ നിവർത്തിയിരിക്കണം, കണ്ണുകൾ അടയ്ക്കണം. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ആ ശബ്ദം ചെവിയിലൂടെ ഉള്ളിൽ കടന്ന് നിങ്ങളുടെ രക്തത്തിലൂടെ ഒഴുകുന്നതായിട്ട് സങ്കല്പിക്കണം. സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് ശബ്ദം നിങ്ങളുടെ നാഭിയിൽ സോളാർ പ്ലെക്സസ് ചക്രയിൽ എത്തി അവിടെ ഒരു സ്വർണ്ണ പ്രകാശം കത്തിക്കുന്നതായിട്ട് കാണണം. സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് കൂടെ നിങ്ങളും സ്ട്രീം എന്ന് നീട്ടി ഉച്ചരിക്കണം. ആ വൈബ്രേഷൻ തൊണ്ടയിൽ അനുഭവിക്കുക. എത്രമാത്രം ഫീലിങ്സ്, ഇമോഷൻസ്, വൈബ്രേഷൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അത്രമാത്രം അതിൽ റിസൾട്ട് ഉണ്ടാകാൻ ചാൻസസ് അധികമാണ്. ഇതൊരു 10 മിനിറ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എവറി ഡേ. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിൽ പണം ഒഴുകാനായിട്ട് ധാരാളമായിട്ട് സഹായിച്ചിട്ടുള്ള ഈ ഒരു പ്രോസസ്സിങ് ശബ്ദ തരംഗങ്ങളുടെ ശക്തിയെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങണ മുന്നേ 10 മിനിറ്റ് ഈ ശബ്ദം കേൾക്കണം. നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, ഐ വൈബ്രേറ്റ് വിത്ത് വെൽത്ത്.
ഞാൻ ധനത്തിൻ്റെ വൈബ്രേഷനിലാണ് എന്ന്. നാളെ നമ്മൾ വീട് വൃത്തിയാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ആ പഴയ സാധനങ്ങളെല്ലാം കളയാൻ, അതിലൂടെ നമുക്ക് എങ്ങനെ പണം വരുമെന്നൊക്കെ നോക്കാം. പഴയ സാധനങ്ങളൊക്കെ കളഞ്ഞിട്ട് ആ പഴയ സാധനങ്ങളിൽ കളയുമ്പോൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് പണം വരുമെന്നൊന്ന് നമുക്ക് മനസ്സിലാക്കാം, പഠിക്കാം. ഡേ 10 നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ഗോഡ് ബ്ലെസ് യു.